എൻ്റെ എത്രയും പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ചിത്രഭരണി ക്രിയേഷൻസിലേക്ക് തൊഴുകയ്യോടെ സ്വാഗതം. എന്തു പറയണോ, എല്ലാവരും സുഖമായിരിക്കണോ? ഞാനും വലിയ കുഴപ്പമില്ലാതെ സുഖമായിരിക്കണു, ഇങ്ങനെ പോണു കേട്ടോ. മഴക്കാലമാണെങ്കിലും ഇടയിൽ ഒരാഴ്ച 10 ദിവസമായിട്ട് കാര്യമായിട്ടുള്ള മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ഒരു കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അതിൻ്റെ കുറവ് തീർക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ഇപ്പോൾ നല്ല മഴ എന്ന് പറഞ്ഞാലും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ. മറ്റ് ജില്ലകളിലൊക്കെ മഴ പെയ്യാറുണ്ടെന്ന് ന്യൂസിലൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയിൽ നല്ല ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. കാലം തെറ്റിയ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴക്കാലം തന്നെയാണ്. പക്ഷേ ഇടിയൊന്നും ഇതുവരെയ്ക്കും ഇവിടെയൊന്നും ഇടി പൊട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ സമയങ്ങളിലൊന്നും. എന്തായാലും ചൂടിനൊരു ശമനം കിട്ടി. രാവിലെ ഞാനൊന്ന് പുറത്ത് പോയി വന്നിട്ടുണ്ടായിരുന്നു. പോകുമ്പോൾ ഒരു മഴയുണ്ടായിരുന്നില്ല. അത് സൗകര്യമായി. മഴയില്ല എന്ന് മാത്രമല്ല, നല്ല വെയിലായിരുന്നു. അത് കാരണം ഞാൻ കുട പോലും എടുക്കാതെയാണ് പോയത്. പിന്നെ ഇപ്പോൾ സമയമായല്ലോ, വൈകുന്നേരം നേരമായപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മഴ പെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇടിയൊക്കെ വെട്ടുണ്ട് നല്ലോണം. ഇപ്പോൾ ഇടി നിന്നു കേട്ടോ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് കാലിൻ്റെ മുട്ടിനൊക്കെ ഒരു വേദന ഉണ്ടായിരുന്നു. ഞാനത് തണുപ്പ് കാരണം കൊണ്ടാണെന്നൊക്കെ വിചാരിച്ചു. ആദ്യം വളരെ കുറച്ചൊക്കെ വേദന ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് എപ്പോഴും വേദനിക്കാൻ തുടങ്ങി. അപ്പോൾ മോള് വന്നപ്പോൾ 2 ആഴ്ച മുമ്പ് ഞാൻ ഒരു ആയുർവേദ ഡോക്ടറെ കാണിച്ചു. ഞങ്ങൾ പോയിട്ട് കാണിച്ചു. അപ്പോൾ ഒരു മരുന്നും പിന്നെ ഒരു ആയുർവേദ പൗഡർ, കഷായപ്പൊടി, അത് വെള്ളത്തിലിങ്ങനെ കലക്കി കുടിക്കാനൊക്കെ ആയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ആഴ്ച കഴിച്ചിട്ട് ഭേദമാകുമെന്ന് നോക്കാം, അല്ലെങ്കിൽ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കാം വേറെ എന്തെങ്കിലും ആണോ എന്ന് പറഞ്ഞിട്ടെന്ന്. പക്ഷേ എനിക്ക് ഭേദം ഉണ്ടായിരുന്നില്ല, നല്ല വേദനയുണ്ടായിരുന്നു. പിന്നെ ഇടയിൽ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് മരുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒന്നും കറക്റ്റായിട്ടൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് എൻ്റെ തെറ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും പോയി കാണിച്ചപ്പോൾ ഡോക്ടർ സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ. ഏതായാലും ഒന്ന് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് അതിൻ്റെ റിപ്പോർട്ട് കണ്ടിട്ട് പറയാമെന്ന് പറഞ്ഞ് പിന്നെ ബ്ലഡ് ടെസ്റ്റിനൊക്കെ കുറിച്ച് തന്ന് പോയി ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഡോക്ടർക്ക് കാണിച്ചു. ബ്ലഡ് ടെസ്റ്റിൽ കാൽസ്യവും വൈറ്റമിൻ ഡിയുമാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ചെക്ക് ചെയ്തപ്പോൾ വൈറ്റമിൻ ഡി കുറവാണ്, കാൽസ്യം ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അത് എനിക്ക് 2 ആഴ്ച കൂടെ അടുത്ത 2 ആഴ്ചത്തേക്ക് ഗുളിക തന്നിട്ടുണ്ട് കഴിക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ പോയി വരുമ്പോൾ തന്നെ ഉച്ച സമയമായി. വന്ന് റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, പോയി വന്ന് അതിൻ്റെ ക്ഷീണം ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ നല്ല മഴ പെയ്യണു. അപ്പോൾ ടി വിയിൽ നല്ലൊരു സിനിമയുണ്ട്, എനിക്കിഷ്ടമാണ്, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പുറത്തേക്ക് ഇറങ്ങി. ഒരു ആഴ്ചയൊക്കെ ആയിട്ട് ഞാൻ എവിടെയും പോകാറുണ്ടായിരുന്നില്ല, കാലുവേദനയുള്ളതുകൊണ്ട്. ഇതിപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ ടൗണിൽ പോയ സ്ഥിതിക്ക് അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ എപ്പോഴും ബ്രെഡും എല്ലാം വാങ്ങുന്ന ഒരു ബേക്കറി ഉണ്ട്. അപ്പോൾ എനിക്കവിടെ കയറാൻ തോന്നി. അത് 1-2 ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ അതേതായാലും നന്നായി. മഴയത്തിപ്പോൾ അതെന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കുകയല്ലോ, കുറച്ചിങ്ങനെ സിനിമയും കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇതാണ് എനിക്കിഷ്ടമുള്ളൊരു ഐറ്റമാണ്. കുറച്ച് എരിവും നല്ല ഒരു ടേസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് ഇത്. തമിഴ്നാട്ടിൽ തട്ടവട എന്ന് പറയും. സാധാരണ ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം 1-2 ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഈവനിങ് വാക്കിന് പോകാറുണ്ട്. അതിപ്പോൾ കുട്ടികൾ വന്നതുകൊണ്ടും പിന്നെ കാലിൻ്റെ വേദനയായതുകൊണ്ടും അതിപ്പോൾ ചെയ്യാറുണ്ടായിരുന്നില്ല. കുട്ടികളും മോളും ഒക്കെ ഇപ്പോൾ അവരുടെ അച്ഛൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. അവരൊക്കെ വരും, എല്ലാവരും ചേർന്ന് വന്ന് പിന്നെ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് പോയി കഴിഞ്ഞാൽ
അതിൻ്റെ ഇടയിൽ എൻ്റെ മരുന്നൊക്കെ കഴിച്ചതിന് ശേഷം കാലുവേദന ഭേദമാവും എന്ന ഉറച്ച വിശ്വാസമുണ്ട്. കാരണം എനിക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി മാത്രമല്ലേ ഉള്ളത്. അപ്പോൾ അത് വലിയ പ്രശ്നമുള്ളതല്ലല്ലോ. അങ്ങനെ വേദനയൊക്കെ മാറി വീണ്ടും വൈകുന്നേരം നടക്കാനൊക്കെ പോകണം. അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ആലോചിക്കണേ, എൻ്റെയൊക്കെ ഒരു സ്വാർത്ഥ താല്പര്യം എന്താണെന്ന് പറഞ്ഞാൽ, നല്ല മഴയുള്ള സമയത്ത് മഴയൊന്ന് നിന്ന് കിട്ടിയാൽ മതിയെന്നാവും. അതേപോലെ നല്ല വെയിലുള്ള സമയത്ത് കുറച്ച് മഴയെങ്കിലും പെയ്തുകൂടെ എന്നുള്ള ഒരു വിചാരമൊക്കെ വരും. അങ്ങനെ കുറേ സമയത്തിന് ശേഷം മഴയൊക്കെ പെയ്ത് തോർന്നു. എല്ലാവിടെയും നല്ല പോലെ നനഞ്ഞു കുതിർന്ന് നല്ല തണുപ്പായി. ഇന്നത്തെ ദിവസമൊക്കെ നല്ല സുഖമായിരിക്കും. ഇനി മഴ പെയ്തത് കാരണം നല്ല തണുത്ത കാലാവസ്ഥയായിരിക്കുമല്ലോ. അങ്ങനെ അതാത് സമയത്തും കാലത്തും പെയ്യുന്ന മഴയും ഉദിക്കുന്ന വെയിലും ഒക്കെ ആശ്രയിച്ചിട്ട് ഒരുപാട് മനുഷ്യജീവിതങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു പോട്ടെ. അതേപോലെ വെള്ളത്തിന് മഴയെയും ചൂടിന് വെയിലിനെയും ആശ്രയിച്ച് കഴിയുന്ന എത്ര പേരുണ്ടല്ലേ. അവരുടെ കാര്യം കൂടെ അതിനിടയ്ക്ക് ആലോചന വന്നു. അപ്പോൾ നമുക്ക് സങ്കടം വരും. നമ്മുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ മഴ വേണ്ട വെയിൽ വേണ്ട എന്നൊക്കെ പറയണത്. അതൊരു പൊട്ട ബുദ്ധിക്ക് നമ്മൾ പറയണതാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ. ഇടി പൊട്ടിയപ്പോൾ ഞാൻ ടി വിയൊക്കെ ഓഫ് ചെയ്ത് ഉമ്മർത്ത് വന്ന് മഴ കാണാൻ വന്നതായിരുന്നു. കുറച്ച് നേരം നിൽക്കുമ്പോൾ മഴയൊക്കെ പെയ്ത് ഒഴിഞ്ഞുവല്ലോ. അപ്പോൾ ഞാൻ ഇനിയും പോയിട്ട് സിനിമ മുഴുവനും കാണട്ടെ. നല്ലൊരു സിനിമയായിരുന്നു. ഇങ്ങനൊരു കാര്യത്തിനെപ്പറ്റി എന്താണിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇങ്ങനെ കാലിന് വേദന വന്നപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു അതെന്തുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇപ്പോൾ ഒരുപാട് പേർക്ക് കാണുന്നുണ്ട്. ഒരു പരിധിവരെ നമ്മൾക്ക് ഭക്ഷണത്തിൽ നിന്നും അതേപോലെ വെയിൽ കൊണ്ടാലും നമുക്കത് മാറ്റാവുന്നതേ ഉള്ളൂ. മോളും കുട്ടികളും ഒക്കെ വീട്ടിലുള്ളത് കൊണ്ട് എനിക്കധികം പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ സ്വാഭാവികമായും വെയിൽ കൊള്ളുന്നതും കുറഞ്ഞു പോയി. എല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വെയിൽ കൊണ്ടാൽ മാറാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അത് കാരണം നമുക്ക് പുറത്തൊക്കെ വാക്കിങ്ങിന് പോകാൻ പറ്റിയില്ലെങ്കിൽ കൂടെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് രാവിലത്തെയും വൈകുന്നേരത്തെയും ഇളം വെയിൽ കൊള്ളാം. അങ്ങനെയെല്ലാം ചെയ്യാം. എന്ന് വെച്ച് നമ്മൾ നടക്കാൻ പോകുന്നത് ഒരു എക്സസൈസുമാണ്. ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്, എൻ്റെ മുട്ടുവേദനയൊക്കെ ഭേദമായി കഴിഞ്ഞാൽ നടക്കാൻ പോകണമെന്ന് തന്നെയാണ്. നമുക്ക് പോകുമ്പോൾ അതൊരു ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് സംസാരിച്ച് ഇങ്ങനെ ഒരു റൗണ്ട് പോയിട്ട് വരുമ്പോൾ അധികം ദൂരം ഒന്നും വേണമെന്നില്ല. അപ്പോൾ നമുക്കൊരു റിലാക്സേഷനും കൂടിയാണല്ലോ. സാധാരണയായിട്ട് വെയിലൊക്കെ കൊണ്ടാലാണല്ലോ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി ഒക്കെ കിട്ടാറുള്ളത്. ഞാൻ മുമ്പൊക്കെ നല്ലപോലെ വെയിലൊക്കെ കൊള്ളും, അത്യാവശ്യം നടന്നു പോയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ ഇപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ടാണ് വേദന കൂടുതൽ. അത് പിന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് നമുക്ക് ക്ഷീണം ഉണ്ടാവും, ഉത്സാഹക്കുറവ് തോന്നും. എനിക്കങ്ങനെയൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യണത്. ഇത്തരം കാര്യങ്ങൾക്ക് നമ്മളൊക്കെ എല്ലാ സമയത്തും ടാബ്ലറ്റ് എടുക്കണം എന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പോയി വരാൻ കൂടുതൽ സമയം എടുത്തതുകൊണ്ടും പിന്നെ ചെറുതായിട്ടുള്ള മുട്ടുവേദനയുള്ളത് കൊണ്ടും ഞാൻ കുറച്ച് ടയേർഡാണ് സഹോദരങ്ങളെ. ഞാൻ പോയി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ.